കേരളത്തിൽ തലക്കെട്ടുകൾക്കൊരു പഞ്ഞവുമില്ല. സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാർത്തകൾക്കും കുറവില്ല. ഈ വാർത്തകൾക്കപ്പുറം പല പ്രധാന ക്ഷേമ സ്കീമുകളും വികസന പദ്ധതികളും ഈ കാലയളവിൽ അനേക ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പല വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ വിസ്മരിക്കപ്പെടാറുണ്ട്. വിവിധ മേഖലകളിൽ ഈ 5 വർഷം കൊണ്ട് സർക്കാർ കൊണ്ടുവന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ആരോഗ്യ സാമൂഹിക സുരക്ഷാ നേട്ടങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2019 അവതരിപ്പിച്ച പദ്ധതിയാണിത്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ഇതുവഴി നൽകുന്നു. കേരളത്തിലെ 42 ലക്ഷം കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് അതിതീവ്ര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള സർജറിക്കും പരിശോധനകൾക്കും ഹോസ്പിറ്റൽ ചിലവിനും ഉള്ള സഹായം ലഭിച്ചു. ഈ സ്കീം തുടർന്ന് കൊണ്ടുപോകുന്നതിനായി 124 കോടി രൂപയാണ് സർക്കാർ 2025 അനുവദിച്ചത്. അടുത്തത് മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റുന്നവർക്കും ഉള്ള ആരോഗ്യ കവറേജ് ആണിത്. 2022 മെഡിസെപ്പ് അവതരിപ്പിച്ചത്. എയ്ഡഡ് സ്കൂളുകളിലെ സ്റ്റാഫുകൾക്ക് ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർക്കും റിട്ടയർ ആയവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകുന്ന കവറേജ് ആണിത്. 30 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഇതുവഴി നൽകുന്നു. അടുത്തത് വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കും വിധവകൾക്കും ദിവ്യാംഗർക്കും നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരം കുടുംബങ്ങൾക്ക് ഉള്ള ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതി തുടരുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം പ്രതിമാസം 6 ലക്ഷം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. 2, ഭവന നിർമ്മാണ തൊഴിൽ രംഗമാണ്. അതിൽ പ്രധാനമായി വരുന്നത് ലൈഫ് പദ്ധതിയാണ്. സ്വന്തമായി ഒരു ഭവനം എന്നത് അടിസ്ഥാന ആവശ്യമാണ്. 3 ലക്ഷം വീടുകൾ പണിയുവാൻ ഈ കാലയളവിൽ സർക്കാർ ഫണ്ട് നൽകി. ഇവരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ് ഈ ഒരു പരിഗണന നൽകിയത്. അടുത്തതായി കുടുംബശ്രീയിലൂടെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. സ്വയം സഹായ പദ്ധതികൾ ചെയ്യാനുള്ള ഫണ്ടുകളും സൗകര്യങ്ങളും ഒരുക്കി നൽകിയതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിലും വരുമാനവും നൽകി. നിരവധി വനിതകൾ അതുവഴി സ്വയം പര്യാപ്തതയിൽ എത്തി. വ്യവസായങ്ങളുടെ വളർച്ചയും സംരംഭങ്ങളുമാണ് മറുഭാഗത്ത് ഉള്ളത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ സംരംഭകത്വ വർഷ പദ്ധതിയിലൂടെ 1,03,596 സംരംഭങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങുവാനുള്ള വായ്പയായും പേപ്പർ വർക്കായും സഹായങ്ങൾ ചെയ്ത് നൽകി. ഇതുവഴി 7,000 കോടി രൂപ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയും 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തു. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 2,44,000 സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇതുവഴി ആകെ 15,500 കോടി നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തു. 3, അടിസ്ഥാന സൗകര്യ വികസനവും കണക്ടിവിറ്റിയുമാണ്. 2021 മികച്ച രീതിയിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി വളർന്നു. സംസ്ഥാനത്തിന്റെ അതിവേഗ ഇന്റർനെറ്റ് പദ്ധതിയായി അതിനായി അവതരിപ്പിച്ചത് കെ-ഫോൺ ആണ്. 2023 ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്റർനെറ്റ് സേവനം സ്വന്തമായി നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കൊച്ചിയുടെ ഗതാഗതത്തിന് വലിയ മാറ്റം കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി നഗരത്തെ ചെറിയ ദ്വീപുകളുമായും തീരപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ആരംഭിച്ചത് 2023 ഏഷ്യയിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ ആണിത്. കൊച്ചി വാട്ടർ മെട്രോ സമയം ലാഭിച്ചു നൽകുന്നതിനൊപ്പം കൊച്ചിയുടെ ഗതാഗത കുരുക്കിൽ നിന്ന് ആശ്വാസം നൽകുന്നുമുണ്ട്. വ്യവസായ വികസനത്തിന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഉദാഹരണമാണ്. 2024 കേന്ദ്ര സർക്കാർ പാലക്കാടിനെ കൊച്ചി ബംഗളൂരു ഇടനാഴിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നു. വ്യവസായങ്ങൾ, ഉൽപാദനം തുടങ്ങി ഉള്ളവയ്ക്ക് 1,710 ഏക്കർ സ്ഥലമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ എത്തുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 5, സാമൂഹ്യ മാനവിക വികസനമാണ്. പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ട ഭൂരഹിതരായ 4 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്ഥലം പതിച്ചു നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളത്തെ മാറ്റി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി സംസ്ഥാന തലത്തിൽ റോഡുകളും പാലങ്ങളും പൊതുജന സൗകര്യങ്ങളും നഗര ഗ്രാമീണ അടിസ്ഥാന വികസനവും നടത്തി. ഇതുവരെ ചർച്ച ചെയ്ത വിവിധ പദ്ധതികൾ കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ അത് ഉപകാരപ്രദമായി എന്ന് നോക്കാം. ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് വഴി വലിയ മെഡിക്കൽ ബില്ലുകൾ സാധാരണക്കാർക്ക് ഇൻഷുറൻസിലൂടെ ഒഴിഞ്ഞു കിട്ടി. ലൈഫ് പദ്ധതി വഴി വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഭവനം വയ്ക്കുവാൻ സാധിച്ചു. കെ-ഫോൺ പദ്ധതി വഴി സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഇന്റർനെറ്റ് എത്തിച്ചു. വാട്ടർ മെട്രോ വഴി കൊച്ചിയുടെ ഗതാഗതത്തിന് ഒരു പരിധിവരെ ആശ്വാസം നൽകി. പുതിയ സംരംഭങ്ങളും വ്യവസായ പദ്ധതികളും വഴി നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം തുറന്നു കിട്ടി. ക്ഷേമ പെൻഷനുകളും സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കും ദിവ്യാംഗർക്കുമൊക്കെ കൈത്താങ്ങായി. ഇവ ഓരോന്നും സ്കീമുകളും മാത്രമല്ല, ജനങ്ങളുടെ പ്രതീക്ഷയും സുരക്ഷയും അവസരവുമാണ്. സർക്കാരിന് നിരവധി നേട്ടങ്ങൾ പറഞ്ഞുവെങ്കിലും പൂർണ്ണ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു സർക്കാരിനും ഒരു സംവിധാനത്തിനും പൂർണ്ണമായി പെർഫെക്റ്റ് ആകുവാൻ കഴിയില്ല. പണപ്പെരുപ്പം,
വില വർധനവ്, തൊഴിലില്ലായ്മ, സാമൂഹ്യ പ്രശ്നങ്ങളും എന്നും നിഴൽ പോലെ തുടരുന്ന വെല്ലുവിളികളാണ്. വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമാണ് കൂടുതൽ മൈലേജ് ഉള്ളത്. പക്ഷേ അതിനു പിന്നിൽ കഠിനാധ്വാനവും അർപ്പണബോധവും ശരിയായ ഫലങ്ങളുമുണ്ട്. പൗരന്മാരെന്ന നിലയിൽ വിമർശിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ വിജയകരമായ വികസനങ്ങളും പദ്ധതികളും അറിഞ്ഞിരിക്കേണ്ടതുമായുണ്ട്. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അല്ല, നിങ്ങൾക്കത് അങ്ങനെയല്ല കാണേണ്ടതെന്ന് തോന്നുന്നുവെങ്കിൽ കമന്റിലൂടെ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുക. ഏത് രാഷ്ട്രീയ കക്ഷികൾ നയിക്കുന്ന സർക്കാർ ആണെങ്കിലും സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികളെ കുറിച്ച് നാം കൃത്യസമയത്ത് അറിയുന്നുവെങ്കിൽ മാത്രമേ അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സർക്കാരും ആർക്കും വെറുതെ പണവും സൗകര്യങ്ങളും നൽകില്ല. അത് ഓരോ പദ്ധതിയിലൂടെയാണ് നാം നേടിയെടുക്കേണ്ടത്. കൃത്യമായ ഇത്തരം വിവരങ്ങൾ ലഭിക്കുവാൻ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.